അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിമായയുടെ സോൾ ടോക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മക്കളുടെ ദീനീ പഠനം അവഗണിച്ചാലുണ്ടാകുന്ന 3 അപകടങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, പുതിയ കാലത്ത് പലപ്പോഴും അള്ളാഹുവിൻ്റെ ദീൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ ഒരുപാട് രക്ഷിതാക്കൾ കാണിക്കുന്ന അശ്രദ്ധ, അവഗണന വലിയ പ്രത്യാഘാതങ്ങളിലേക്കാണ് അവരെ എത്തിക്കുന്നത് എന്ന് പലപ്പോഴും രക്ഷിതാക്കൾ ചിന്തിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഭൗതികമായി അവരെ പഠിപ്പിക്കേണ്ട പാഠങ്ങളെല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവർക്ക് വേണ്ട ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട സ്കൂളുകൾ, അവർക്ക് വേണ്ട കോളേജുകൾ, അതിന് സീറ്റ് ലഭിക്കാൻ വേണ്ടി എന്തെല്ലാം അധ്വാനങ്ങളാണ്. എൻ്റെ മകളുടെ ഭാവി സേഫാകണം. അവർ ഒരിക്കലും അവഗണിക്കപ്പെട്ടുകൂടാ. ഇതൊക്കെ നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഗമായി പറയുമ്പോൾ അതിനേക്കാൾ വലിയ സ്നേഹം റഹ്മാനായ റബ്ബ് അമാനത്തായി നമ്മളെ ഏൽപ്പിച്ച വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. ആ മക്കൾ, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അവരുടെ ആ ഹൃദയങ്ങളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം, ഖുർആനിനോടുള്ള സ്നേഹം, ഇബാദത്തുകളോടുള്ള സ്നേഹം നിറക്കാനുള്ള എന്തു പരിശ്രമമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷിതാക്കളെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് മക്കളുടെ പ്രായ വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഒരാളും ദുനിയാവിൽ വന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്താ പഠിപ്പിച്ചത്, നിങ്ങളെന്താ ദീൻ പഠിപ്പിക്കാത്തത്, ഒരിക്കലും ഒരുപക്ഷെ ചോദിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള വളരെ ഗൗരവമേറിയ ചില ചിന്തകളിലേക്കാണ് ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ഹിമായ സോൾ ടോക്ക് ഇൻഷാ അല്ലാഹ് പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളുടെ ദീനീ പഠനത്തെ, മതവിദ്യാഭ്യാസത്തെ നമ്മൾ അവഗണിച്ചാലുള്ള പ്രധാനപ്പെട്ട 3 അപകടങ്ങൾ. അതിലൊന്നാമത്തെ അപകടം നമുക്ക് രക്ഷിതാക്കളായ നമുക്ക് പരലോകത്തുണ്ടാകുന്ന വലിയ നഷ്ടത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 രീതിയിലുള്ള നഷ്ടങ്ങൾ നേരിടും. ഒന്ന്, നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിൻ്റെ ചോദ്യമുണ്ടാകും. നിനക്ക് ഇത്ര മക്കളെ നൽകി, ആ മക്കൾക്ക് കൊടുക്കേണ്ട ദീനിയായ ആ അറിവുകളെ നീ പഠിപ്പിച്ചിട്ടുണ്ടോ? അദബ് നീ പഠിപ്പിച്ചിട്ടുണ്ടോ? അതിനുള്ള സാഹചര്യങ്ങൾ നീ ഒരുക്കിയിട്ടുണ്ടോ? അത് നീ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ? അതിൽ നീ ജാഗ്രത പുലർത്തിയിട്ടുണ്ടോ എന്ന റബ്ബിൻ്റെ ചോദ്യത്തിന് എങ്ങനെയാണ് ഇത് കൃത്യമായി നിർവഹിക്കാതെ ഭൗതികമായ കാര്യങ്ങൾക്ക് പിന്നാലെ മാത്രം പോകുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്ത് മറുപടിയാണ് അവർക്ക് പറയാൻ കഴിയുക? അതാണ് ഒന്നാമത്തെ ഒരു നഷ്ടം, ഒരു ബേജാറ്, പേടി. അവിടെ മറുപടി പറയാൻ കഴിയാതെ വിറച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മക്കൾ ദീനിയായി വളർന്നാൽ, അവർക്ക് ദീനിയായ വിദ്യാഭ്യാസം നൽകി, അവർ ദീനിയായ അന്തരീക്ഷത്തിൽ വളർന്നു, ഇബാദത്തുകളോടുള്ള ഇഷ്ടത്തോടെ വളർന്നു, അള്ളാഹുവിനോടുള്ള മഹബത്തോടെ വളർന്നു. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും അതിലൂടെ രക്ഷിതാക്കൾ മരണപ്പെട്ടാലും കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. മരണം മുറിക്കാത്ത കർമ്മങ്ങളെന്ന് പറഞ്ഞ അവരുടെ പ്രാർത്ഥനകൾ, അള്ളാഹുവേ എൻ്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ, അള്ളാഹുവേ എൻ്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ എന്ന് മനസ്സറിഞ്ഞ് നടത്തുന്ന പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനകൾ
പ്രിയപ്പെട്ട സഹോദരിമാരെ, പലപ്പോഴും സഹോദരങ്ങളെ, രക്ഷിതാക്കളെ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന ഫയഖൂൽ. ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെത്തുമ്പോൾ അയാൾക്ക് സ്വർഗത്തിൽ ദറജകൾക്കുമീതെ ദറജകൾ, സ്ഥാനങ്ങൾക്കുമീതെ സ്ഥാനങ്ങൾ, വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കും, അന്നാലി ഹാദ, പടച്ചോനെ എങ്ങനെ എനിക്കിതൊക്കെ കിട്ടിയത്? ഞാൻ അതിനു മാത്രം കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആ സമയത്ത് ആ മനുഷ്യനോട് പറയപ്പെടുന്ന മറുപടി, ബിസ്തിഗ്ഫാരി വലദികലക. നിനക്ക് കിട്ടിയത് എങ്ങനെയെന്ന് നിനക്കറിയോ? നീ മരണപ്പെട്ടപ്പോഴും നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ഒരു മകനെ, ഒരു മകളെ നീ ബാക്കിയാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. ഇങ്ങനെ ബാക്കിയാക്കാൻ സാധിക്കണമെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ ദീൻ കയറണം. അവരുടെ ഹൃദയങ്ങളിൽ ദീനിൻ്റെ ബോധ്യപ്പെടുത്തൽ ഉണ്ടാകണം. അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈ ദീനിൻ്റെ നന്മയുടെ വെളിച്ചം എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് എത്തിക്കാൻ നമ്മളൊക്കെ എത്ര പരിശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. ഇത് നിർവഹിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ബാപ്പയുടെ വില അവനറിയില്ല, ആ ഉമ്മയുടെ വില അവനറിയില്ല, അവന് പരലോകത്തിൻ്റെ ഗൗരവം അറിയില്ല. അവൻ്റെ മനസ്സിൽ ഇത്തരമൊരു ചിന്തയില്ലാതെ ബാപ്പിമ്മി മരിച്ചു, അവരെ ഖബറടക്കി, കുറച്ച് ദിവസങ്ങൾ അവർ വിഷമമുണ്ടായി, അതിനുമപ്പുറത്ത് അതും കഴിഞ്ഞ് അവൻ്റെ സുഖജീവിതത്തിൽ മരണം വരെ മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാണ് രണ്ടാമത്തെ അപകടം. രണ്ടാമത്തെ അപകടം രക്ഷിതാക്കൾക്ക് ലഭിക്കുന്ന അവഗണനയാണ്. ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിൽ തന്നെ നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ അവരെ വളർത്തി വലുതാക്കി അവർ നമ്മെ നോക്കേണ്ടുന്ന ഒരവസ്ഥ എത്തുമ്പോൾ നമ്മൾ അവഗണിക്കുന്ന അവസ്ഥ ഉണ്ടാകും അല്ലേ? വൃദ്ധസദനങ്ങളിൽ മക്കളെ കൊണ്ടുപോക്കിയാക്കുന്ന അവസ്ഥ, മാതാപിതാക്കളെ കൊണ്ടുപോയി ആക്കി വരുന്ന അവസ്ഥ, എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അവഗണിക്കപ്പെട്ടവരായി, സ്നേഹം കിട്ടേണ്ട ആളുകൾ, കിട്ടേണ്ട പ്രായം, പരിചരണം കിട്ടേണ്ട പ്രായം, സ്വന്തം മകൻ അടുത്തില്ലാതെ, മകൾ അടുത്തില്ലാതെ ഏതൊക്കെയോ മനുഷ്യരുടെ കൂടെ അന്തിയുറങ്ങേണ്ടി വരുന്ന സങ്കടത്തിൻ്റെ, ദുഃഖത്തിൻ്റെ വാർത്തകൾ എത്രയാണ് നമ്മൾ കേൾക്കുന്നത്. അതുമല്ല എങ്കിൽ ആരുമില്ലാതെ വീട്ടിൽ വൃദ്ധരായി കഴിഞ്ഞുകൂടി മരുന്ന് പോലും കഴിക്കാൻ കഴിയാതെ, അതുപോലും എടുത്തു തരാൻ ആളില്ലാതെ, പരിചരിക്കാൻ ആളില്ലാതെ ദിവസങ്ങളോളം, മരണപ്പെട്ടതിന് ശേഷം ദിവസങ്ങളോളം വീടുകളിൽ അങ്ങനെ തന്നെ കടന്ന് ആ മയ്യത്തിൻ്റെ സ്മെല്ല് കൊണ്ട് അറിഞ്ഞു ചെല്ലുന്ന അവസ്ഥ. എത്ര വാർത്തകളാണ് നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകൾ. ഈ അവഗണന എപ്പോഴാണ് കിട്ടുന്നത്? ഈ അവഗണനയിലേക്ക് എപ്പോഴാണ് എത്തുന്നത്? ദീനിയായ ബോധം മാതാപിതാക്കൾക്ക് മക്കളുടെ ഹൃദയങ്ങളിൽ, ജീവിതത്തിൽ കൊടുക്കേണ്ട ഒരു ബോധം പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ നഷ്ടം. മൂന്നാമത്തത്, മക്കൾ വഴിതെറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ബേജാറാകേണ്ട, നമ്മൾ പേടിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എത്രത്തോളം സൂക്ഷ്മത പാലിക്കാൻ ശ്രമിക്കുമ്പോഴും വഴിതെറ്റാനുള്ള സാഹചര്യങ്ങളേറെയാണ് പുതിയ കാലത്ത്. അതുകൊണ്ടാണ് വഴികേടിൻ്റെ വാർത്തകളും സംഭവങ്ങളും നിരന്തരം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അങ്ങനെ വഴിതെറ്റാനുള്ള കാരണമെന്താ? ഫഅക്സറുൽ ഔലാദി ഇന്നമാ ജാഅ ഫസാദുഹും മിൻ ഖിബലിൽ ആബാഇ വഇഹ്മാലിഹിം ലഹും വതർക്കി തഅലീമിഹിം ഫറാഇദദ്ദീനി വസുനനഹു. അദ്ദേഹം പറയാണ്, ഒരുപാട് മക്കൾ അവർ വഴിതെറ്റാനുള്ള കാരണം അവരുടെ പിതാക്കന്മാരാണ്, അവരുടെ ഉപ്പമാരാണ്, അവരുടെ ഉമ്മമാരാണ് അല്ലേ? എന്താ കാരണം? അവരെ അവഗണിച്ചിട്ടുണ്ട്. അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ദീനിയായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം നൽകിയിട്ടില്ല. അങ്ങനെ ഫഅളഉഹും സിഗാറ, അവർ ചെറുപ്പത്തിലെ അവർക്ക് ദീനിൻ്റെ അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ, പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ അവർ പാഴാക്കിയപ്പോൾ ഫലം യൻതഫിഉ ബി അൻഫുസിഹിം വലം യൻഫഉ ആബാഅഹും കിബാറ, അവർ വലുതായപ്പോൾ ഈ മക്കൾ അവർക്ക് സ്വയം ഉപകരിച്ചില്ല, അവരുടെ മാതാപിതാക്കൾക്കും ഉപകരിച്ചില്ല.
അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെത്തും. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നമ്മുടെ മക്കൾ ഒരിക്കലും വഴിതെറ്റാൻ പാടില്ല. നിരീശ്വരവാദം, ലിബറൽ ചിന്താഗതി, നമ്മുടെ മക്കൾ കാണുന്ന വീഡിയോകൾ, അവരുടെ കൂട്ടുകെട്ടുകൾ, പുതിയ ക്യാമ്പസ്, കലാലയങ്ങൾ, ഇതൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അവരുടെ ഹൃദയങ്ങളിലേക്ക് ദീനിൻ്റെ വെളിച്ചവും എത്തിയില്ല എങ്കിൽ എന്ത് ധൈര്യമാണ് നമുക്കുള്ളത്? അതുകൊണ്ട് അവരെ കൂട്ടിപ്പിടിക്കുക. അവരെ കൂട്ടിപ്പിടിക്കേണ്ട കാലഘട്ടമാണിത്. അവരെ ദേഷ്യപ്പെടില്ല, അവരെ ഒറ്റപ്പെടുത്തല്ല, അവരെ കുറ്റപ്പെടുത്തല്ല. ആ മക്കൾക്ക് ദീനിൻ്റെ അധ്യാപനങ്ങൾ അവരുടെ ഭാഷയിൽ, അവരുടെ പ്രായത്തിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉദാഹരണങ്ങൾ സഹിതം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, എത്ര കാലം മുമ്പ്, നൂറ്റാണ്ടുകൾ മുമ്പ് മഹാനായ ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയണ, അന്നാസു ഇലൽ ഇൽമി അഹ്വജു മിൻഹും ഇലൽ തആമി വശറാബ്. നമ്മളെല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്, നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. അതിനേക്കാൾ നമുക്ക് ദീനിയായ അറിവ് ജനങ്ങൾക്ക് ആവശ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞില്ലേ, അന്ന റജുല യഹ്താജു ഇല തആമി വശറാബി ഫിൽ യൗമി മറത്തൻ ഔ മറത്തൈൻ. ഭക്ഷണമോ വെള്ളമൊക്കെ ചിലപ്പോൾ ഒരു ദിവസത്തിൽ 1, 2, 3 തവണയൊക്കെ മതി അല്ലേ, അത്രേ ആവശ്യമായി വരുള്ളൂ. എന്നാൽ വഹാജതുഹു ഇലൽ ഇൽമി ബി അദദി അൻഫാസിഹി. എന്നാൽ ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് ദീനിയായ അറിവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ, ശ്വാസം വിടുന്ന എത്ര എണ്ണം ഉണ്ടാകും അല്ലേ? എത്ര സമയത്തിനിടയിൽ നമ്മൾ ശ്വാസം വിടുന്നത്, ശ്വാസം വലിക്കുന്നത്, അതുപോലെ അവനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് ദീൻ പഠിക്കുക എന്നുള്ളത്. അത് നമുക്ക്, നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ബാധകമായ സംഗതിയാണ്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ തിന്മകൾ വ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രത്തോളം നമ്മളൊക്കെ ദീനിയായ കാര്യങ്ങൾ കേൾക്കേണ്ടി വരും, നമ്മുടെ മക്കൾ കേൾക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കുന്നുണ്ടോ? ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളൊക്കെ ദീനിയായ സംഗതി സംസാരങ്ങൾ കേൾക്കാതെ, ഉത്ബോധനങ്ങൾ കേൾക്കാതെ, അത് കൃത്യമായി പഠിക്കാതെ എത്ര മാസങ്ങളാണ്, എത്ര ആഴ്ചകളാണ് നമ്മുടെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിലൊക്കെ കഴിഞ്ഞു പോകുന്നത്. അവിടെ നമുക്ക് ബേജാറുണ്ടാകേണ്ടതില്ലേ? അവിടെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതില്ലേ? തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ ഒരു മാർഗമായിട്ടാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിനെ മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. എൻ്റെ മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഞാൻ നൽകുന്ന പ്രാധാന്യത്തെക്കാളേറെ അവർക്ക് എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര പരീക്ഷയാണെങ്കിലും ഇത് ഞാൻ കൊടുക്കാതിരിക്കൂല. കാരണം ഭൗതിക വിദ്യാഭ്യാസമൊക്കെ ഇതോടുകൂടെ കഴിയും, ഈ ദുനിയാവിലെ ജീവിതത്തോടെ കഴിയും. എന്നാൽ അതും കഴിഞ്ഞ് ആഖിറത്തിൽ എൻ്റെ മക്കളെത്തണം, ഖബറിൽ എൻ്റെ കുട്ടി ഒറ്റയ്ക്ക് കിടക്കണം. അവിടെ അവന് സമാധാനം ഉണ്ടാകണം, അവിടെ അവന് സന്തോഷമുണ്ടാകണം. ആ ആത്മാർത്ഥമായ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരിക്കലും വിട്ടുപോകാതിരിക്കുക. അതിനുള്ള സംവിധാനങ്ങൾ അൽഹംദുലില്ലാഹ് ഒരുപാട് സംവിധാനങ്ങൾ ഇന്നുണ്ട്. നമ്മുടെ നാടുകളിൽ മദ്രസകളുണ്ട്. അതുപോലെ തന്നെ സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ വ്യത്യസ്ത കാരണങ്ങൾ, എന്തൊക്കെ കാരണം ഉണ്ടാവും നമുക്ക് മതവിദ്യാഭ്യാസം, ദീനിയായ വിദ്യാഭ്യാസം, മദ്രസ പഠനം ഒഴിവാക്കാനുള്ള എന്തൊക്കെ കാരണങ്ങളുണ്ട്, ആ കാരണങ്ങളെല്ലാം അതിജയിക്കുന്ന അവസരങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മുമ്പിലുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ഹിമായയിൽ തന്നെ, ഹിമായ വിർച്വൽ അക്കാദമിയിൽ തന്നെ ഓൺലൈനായി അൽഹംദുലില്ലാഹ് 300ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഓൺലൈൻ മദ്രസയുണ്ട്. ഗ്രൂപ്പായും അതുപോലെ തന്നെ ഇൻഡിവിജ്വലായും ഒക്കെ. അഥവാ ഒരിക്കലും ഇത് മിസ്സായി പോകാൻ പാടില്ല. അതിന് എന്തൊക്കെ ക്രമീകരണങ്ങൾ വേണോ ആ ക്രമീകരണങ്ങളെല്ലാം വരുത്തിയ സംഗതി. രക്ഷിതാക്കൾക്കടക്കമുള്ള പാരൻറ്റിങ്ങിൻ്റെ ക്ലാസ്സുകളെല്ലാം നൽകി ഒരു കുട്ടിയെ എങ്ങനെയാണ് ഇസ്ലാമിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ഒരു കുട്ടിക്ക് പുതിയ കാലത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ അടക്കം ഉൾപ്പെടുത്തി പുതിയ കാലത്ത് ദീനിയായ പഠനത്തിൻ്റെ രീതിശാസ്ത്രം എങ്ങനെയാണ് എന്ന് അൽഹംദുലില്ലാഹ് അത് കൃത്യമായി ശാസ്ത്രീയമായി തന്നെ ഡിസൈൻ ചെയ്ത സിസ്റ്റമാണ് ഹിമായയിലുള്ളത്. ആ ഹിമായയിലുള്ള മദ്രസ വേണമെന്ന് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിൻ്റെ കോൺടാക്റ്റ് നമ്പറൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് ദീൻ ശരിയായി പഠിപ്പിച്ചു കൊടുക്കാനും അവരെ ദീനിയായി വളർത്താനുള്ള തൗഫീക്ക് നമുക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ
മരണപ്പെട്ടാലും നമുക്കും അവർക്കും ഉപകരിക്കുന്ന സ്വാലിഹായ കൺകുളിർമയുള്ള മക്കളായി അള്ളാഹു അവരെ മാറ്റിത്തീർക്കുമാറാകട്ടെ. ബറക്കല്ലാഹു ഫീക്കും ജസാക്കുമുല്ലാ ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.